എടാ, അവനൊരു പാട്ട് കമ്പോസ് ചെയ്ത കണ്ടില്ലേ? നീ അത് നോക്കി. ഓ അപ്പാ സമുദ്രത്തിന്റെ ചായക്കടയിൽ നിന്ന് വെച്ച് കീറുക. ഇന്നും ഈ പാട്ട് കേട്ട ഏത് തമിഴിനും ഒരു നിമിഷം ഒന്ന് നിൽക്കും. പുല്ല് പതുക്കെട്ടാണെ പറയുന്നുമില്ല. 501ന്റെ വാറസോപ്പ് പറയുന്നതിന് ഒരു പരിധി ഇല്ലടാ. നീ ചിരിക്കരുതും. നീ ബുക്കും തുറന്നു വെച്ച് എന്തോ ചെയ്യുക? ചുമ്മാ പാഴ് വേലയാടാ. എടാ, പ്രൊഡ്യൂസർ RS പ്രഭുവിനെ നിരന്തരം ശല്യപ്പെടുത്തി അയാൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പുതിയ പടത്തിന്റെ സംഗീത സംവിധാനമാക്കാമെന്ന് പറഞ്ഞു. സത്യമാണോ? വെടായി പറയുന്നുണ്ട്. എനിക്ക് നിന്റെ കൂട്ട് തലയ്ക്ക് സ്ഥിരതയില്ലേ? എടാ, അങ്ങനെയാണെങ്കിൽ നീ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ആദ്യത്തെ പാട്ട് പാടുന്നത് ഞാനല്ലേടാ? ഓടാ, എടാ, യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഉള്ളപ്പോ നീയോ? എടാ, ഒരു അവസരം കിട്ടുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നവനാ കലാകാരൻ. അങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത്. എടാ, ഇവൻ ആദ്യമായി സിനിമയിൽ പാടിയ കാശ് കൊണ്ടുവന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ നീ പറഞ്ഞത് എന്താ? ഒരുമിച്ച് നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങളെയും രക്ഷപ്പെടുത്താമെന്ന്. എന്നിട്ടിപ്പോ എടാ, വില കുറഞ്ഞ വെട്ടിയിലും പഠിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? എടാ, ഒരു അവസരം വീണ് കിട്ടുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവനാ കലാകാരൻ. എടാ, നാട്ടിൽ ബാലയും കഥാപ്രസംഗവും കമ്പോസ് കൊണ്ടിരുന്ന നിന്നെ ഈ മദിരാശിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ. നിന്നെ തിരക്കി വരുമ്പോ നീ ഉണ്ണിയാഴ്ച ബാലയിലെ ഉണ്ണിയാഴ്ചയുടെ വീട്ടിലായിരുന്നു. പൂഞ്ഞിക്കര പൊന്നിയുടെ വീട്ടില് രാവിലെ പല്ല് തേച്ചോണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് ജന്മം പാഴാക്കണ്ട, മദിരാശിയിലേക്ക് വണ്ടി കയറാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞതെന്താ? പൊന്നിയേയും കൂടെ കൊണ്ടുപോകണമെന്ന്. അത് മാത്രമല്ല, ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തിയെ പോലുള്ള മഹാപ്രതിഭകൾ പണിയെടുത്ത് തിന്നിട്ട് നമ്മൾ പോയിട്ട് എന്തോ ചെയ്യാനാന്ന്. എടാ കോപ്പേ, അവിടുത്തെ ധൈര്യം തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ. എടാ, നിങ്ങളെ വർത്താനം കേട്ടാ തോന്നുമല്ലോ മലയാള ചലച്ചിത്രകാരന്റെ രംഗം ഞാൻ കീഴ്പ്പെടുത്തിയെന്ന്. ഒരു പക്ഷെ എന്റെ ശല്യം സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. പരീക്ഷയ്ക്കുള്ള ഒരു അവസരം കിട്ടി, ജയിച്ചാൽ ആദ്യമായൊരു പാട്ട് കിട്ടിയാൽ അത് യേശുദാസ് പാടണമെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് കലാകാരനും ആഗ്രഹിക്കും. അത് ഞാൻ പറഞ്ഞു. താമരക്കുളം തങ്കപ്പൻ വെറും പച്ച മനുഷ്യനായതുകൊണ്ട് എന്റെ ഉള്ളിലൊന്നുമില്ല. അവൻ ഇന്നും സെക്കൻഡ് പേപ്പർ ഇട്ടിട്ടില്ല. എടാ, ഞങ്ങൾ പറഞ്ഞത് നിനക്ക് ഫീൽ ചെയ്യുന്നു? ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. 7 കടലും കുടിച്ചു പറ്റിക്കണമെന്ന് ആഗ്രഹിക്കും. അതിനെന്താ? അടെ, ഈ പാട്ട് കിട്ടിയിട്ട് നീ വല്ല പ്ലാൻ കിട്ടോ? 1-2 പ്ലാൻ കിട്ടിയിട്ടുണ്ട്, കേക്കണം. പിന്നെ കേട്ടാ മതി, അഭിപ്രായം പറയണ്ട. നിന്നോടാ അഭിപ്രായം ഒന്നും പറയണ്ട. എനിക്ക് അവനെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. എനിക്ക് ഒട്ടുമില്ല. സായും ബായും ഒക്കെ ശരി തന്നെ, നീ പാട. വളരെ പ്രശസ്തമായ പാട്ട്. ഒരു അവസരം കിട്ടിയപ്പോ ഇത് തന്നെ മുട്ടിക്കണം. എന്നാ അടുത്തത് പഠിച്ചോ. താമരക്കുളം തങ്കപ്പൻ വലിക്കാനല്ല സംഗീതം പഠിച്ചത്, പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പാട്ട് പാടും. അപ്പൊ സംഗതി അതല്ലേ? അത് തന്നെയാ. എന്റെ യഥാർത്ഥ ടൂൺ ഇതൊന്നും അല്ലടാ. നമുക്ക് മുമ്പേ സകല രാഗം എടുത്ത് ഇമ്മാരൊക്കെ പെരുമാറിയാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. മസാല ദോശയ്ക്കും ബിരിയാണിക്കും വേണ്ടി ബാലയും കഥാപ്രസംഗവും കമ്പോസ് ചെയ്യുന്ന പോലെ അല്ല സിനിമ. അതിന് ജ്ഞാനം വേണം. ജ്ഞാനം. എടാ, ഞാനൊന്ന് നോക്കട്ടെ ഈ പാട്ട്. നോക്ക്. വേണേ, ഞാൻ ഗിറ്റാർ നിർത്തടാ. ഈ ഡോലിപ്പുറത്ത് കുതിരയായിട്ട് ഓടിക്കാനാണ് നീ വായിക്കണ്ട. എടാ, തങ്കപ്പന് വഴങ്ങാത്ത ഒരു ഇൻസ്ട്രുമെന്റ് നീ കണ്ടുപിടിക്കണം, അറിയോ? ഒന്നും അറിയില്ലേലും അഹങ്കാരത്തിന് ഒരു ദാരിദ്ര്യം.
അരളികൾ പൂത്തുലഞ്ഞ കനവിറമ്പിലേ അരുവികൾ മൂളി വന്നു പ്രണയ പല്ലവി അതിലുണരുന്നുവെന്റെ സ്നേഹസുന്ദരി നിൻ അഴകെടും സ്വരമഴയിൽ നനയുമെന്റെ ഹൃദയം ആയിരം ചിറകേറി പായും ദൂരെ അരളികൾ പൂത്തുലഞ്ഞ കനവിറമ്പിലേ അരുവികൾ മൂടി വന്നു പ്രണയ പല്ലവി അതിലുണരുന്നുവെന്റെ സ്നേഹസുന്ദരി നിൻ അഴകെടും സ്വരമഴയിൽ നനയുമെന്റെ ഹൃദയം ആയിരം ചിറകേറി പായുന്നു ദൂരെ ഇതുവഴി വരാമോ ചന്ദന നിലാവേ മറുമൊഴി തരാമോ എന്നോട് കിനാവേ അലസമൊഴുകി മനസ്സ് കഴുകി ചേരാമോ ദൂരെ അരളികൾ പൂത്തുലഞ്ഞ കനവിറമ്പിലേ അരുവികൾ മൂളി വന്നു പ്രണയ പല്ലവി അതിലുണരുന്നുവെന്റെ സ്നേഹസുന്ദരി നിൻ അഴകെടും സ്വരമഴയിൽ നനയുമെന്റെ ഹൃദയം ആയിരം ചിറകേറി പായുന്നു ദൂരെ കവിളിൽ കുഞ്ഞുമറുകിൽ തൊട്ടുകുറുകാനിന്നു മോഹമായി കുളിർനെറ്റിയിൽ കുറിച്ചാർത്തിയ രാജമല്ലികേ കവിളിൽ കുഞ്ഞുമറുകിൽ തൊട്ടുകുറുകാനിന്നു മോഹമായി കുളിർനെറ്റിയിൽ കുറിച്ചാർത്തിയ രാജമല്ലികേ അതു നുകരാനായി ഞാനുമിങ്ങണഞ്ഞു പുലരിയിൽ പുടവ നെയ്തു ക്ഷേമന്തം ദൂരെ അരളികൾ പൂത്തുലഞ്ഞ കനവിറമ്പിലേ അരുവികൾ മൂളി വന്നു പ്രണയ പല്ലവി അതിലുണരുന്നുവെന്റെ സ്നേഹസുന്ദരി നിൻ അഴകെടും സ്വരമഴയിൽ നനയുമെന്റെ ഹൃദയം ആയിരം ചിറകേറി പായുന്നു ദൂരെ ഗംഭീരമായ ഗംഭീരം. ഈ വരികൾക്ക് ഇങ്ങനൊരു സംഗീതമോ ഭാവമോ നൽകാൻ ഞാൻ 7 ജന്മം ജനിക്കണം. മുഖസ്തുതി എന്നത് നീ ചെറ്റയാണെന്ന് പറയുന്ന പോലെ, നീ നന്ദിയില്ലാത്തവനാണെന്ന് പറയുന്ന പോലെ ഇതും ഒരു സത്യമാണ്. തികച്ചും പ്രൊഫഷണൽ അപ്രോച്ച്. ആര് കേട്ടാലും ഇഷ്ടപ്പെടുന്ന ഭാവം. തങ്കപ്പം പറഞ്ഞ പോലെ സത്യമാണെങ്കിൽ ഇനി ഈ പാട്ടിന്റെ വിധി എന്തായിരിക്കും? ഈ പാട്ടവൻ പ്രൊഡ്യൂസറെ കേൾപ്പിക്കുന്നു. എന്നിട്ട് നീ പറയണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ ഇത് നീ ചെയ്തതാണെന്ന് പറയണം. ഓളാ, ജനിപ്പിക്കാത്ത കുഞ്ഞിന്റെ തന്തയാകാൻ തങ്കപ്പൻ പട്ടിയല്ല. വിശക്കുമ്പോൾ 100 രൂപയോ ഒരു നേരത്തോ ആഹാരം മോഷിക്കാൻ പറഞ്ഞാൽ തങ്കപ്പൻ ചെയ്യും. പക്ഷെ പ്രതിഭ അത് മോഷിക്കാനുള്ളതല്ല. അങ്ങനെ മോഷിച്ചിട്ടുള്ളവരെല്ലാം തൽക്കാലം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ, നിലനിന്നിട്ടില്ല. ഈ പാട്ട് പ്രൊഡ്യൂസറെ കേൾപ്പിച്ചിട്ട് ഞാൻ പറയും ഇത് നീ ചെയ്തതാണെന്ന്. അവന് സൗകര്യം ഉണ്ടെങ്കിൽ നിന്നെ അംഗീകരിക്കട്ടെ. എന്താ? അത് വേണ്ടടാ. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തപ്പോ പോസ് കാണിക്കരുത്. എടാ, എന്റെ സ്വപ്നങ്ങൾ ഇതിനേക്കാളൊക്കെ വളരെ വലുതാണ്. സംഗീതം എന്ന സപ്തസാഗരം നീന്തി മറുകര തേടണം. അഹങ്കാരം അല്ല. അതേടാ,
കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഓർമ്മ വെച്ചപ്പോൾ ട്രെയിനിൽ തീപ്പെട്ടിക്കൂടിൽ റബ്ബർ ബാൻഡ് ചുറ്റി അതിലൊരു ഈർക്കിളിക്കമ്പ് വെച്ച് താളമിട്ട് പാടുകയാണ്. അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയാത്തവൻ, എവിടെ നിന്നോ എങ്ങനെയോ ജനിച്ചവൻ. ഒരിക്കൽ ട്രെയിനിൽ പാടുമ്പോൾ ഒരു വൈദികൻ അടുത്ത് വിളിച്ചു പേര് ചോദിച്ചു. താടിയിൽ പിടിച്ചു പറഞ്ഞു, നിന്റെ തൊണ്ടയിൽ ദൈവം തൊട്ടിട്ടുണ്ടെന്ന്. മുതിർന്നവരുടെ സ്പർശം എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ എനിക്ക് അപരിചിതമായ ഒരു തിളക്കം. കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. പോയി. ആശ്രമത്തിലെ പുതിയ ജീവിതം, അതുവരെ കേൾക്കാത്ത വാക്കുകൾ, ദൈവം, ഗുരു. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു. ആശ്രമത്തിലെ ശ്രദ്ധേയനായ പാട്ടുകാരനായി വളർച്ച. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും പഠിച്ചു. ആശ്രമത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനുള്ളതല്ല എന്റെ പ്രതിഭയെന്ന് സ്വയം തീരുമാനിച്ചു. അഹങ്കാരം. യാത്ര പോലും പറയാതിറങ്ങി. തലതൊട്ടപ്പനില്ല, പൂഴ്ത്താൻ ഘോഷക്കാരില്ല. പക്ഷേ ഞാൻ നേടും. അഹങ്കാരം. അതേടാ, ആത്മവിശ്വാസം. ഒരു സംഗീത സംവിധായകൻ അവസരം കിട്ടുന്ന തട്ടിത്തെറിപ്പിക്കുന്നതാണോ നിന്റെ ആത്മവിശ്വാസം? എടാ, ഇത് ഇവനെ തേടി വന്ന അവസരമാണ്. ശല്യം തീർക്കാനോ മറ്റെന്തിനോ വേണ്ടി കൊടുത്ത അവസരം. എന്റെ അവസരങ്ങൾ എന്നെ തേടി വരും. തേടി വന്നു. എന്തവസരം? ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ശ്രീലക്ഷ്മി. എടാ, ആ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എനിക്കില്ലാത്തത് അതാണ്. പറയാനൊരു പേരോ അഡ്രസ്സോ അച്ഛനോ അമ്മയോ അങ്ങനെയൊന്നില്ല. പക്ഷെ എല്ലാ കുറവുകളും ആ ഒരു പേര് മുന്നിൽ വെച്ച് ഞാൻ നികത്തും. നീ എന്താ ഈ പറയുന്നത്? പത്മശ്രീ കിട്ടിയ ആ പെൺകൊച്ചിന്റെ നിഴലിൽ പോലും തൊടാൻ യോഗ്യതയില്ലാത്ത നമ്മൾ ആ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. എടാ, ഈ ഹാർമോണിയം പെട്ടി എടുത്ത് നിന്റെ തലമണ്ടി അടിച്ച് പൊളിക്കാത്തതേ ഈ പെട്ടിയെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടല്ല. പ്രേമിക്കുന്നു. എടാ തങ്കപ്പ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എടാ കൊച്ചനെ, ഇവന്റെ അഹങ്കാരം കേട്ട് നിന്നാ നമ്മളും ഗുണം പിടിക്കത്തില്ല. കോടീശ്വര ശ്രീലക്ഷ്മിയുടെ കാമുക നമ്മുടെ ഈ കൊട്ടാരത്തിന് വാട് കൊടുത്തിട്ട് 2 മാസമായി. 120 രൂപ. ഇന്നാണെങ്കിൽ അത്താഴം വെക്കാൻ ഒരു നിവൃത്തിയില്ല. ഒന്നുമില്ലടാ. ഉണ്ട്, വലിയൊരു കാലം. എടാ തീറ്റപ്പണ്ടാരം, ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഇവൻ ആഹാരം മേടിച്ചു കൊടുത്ത് കൊല്ലാമായിരുന്നു. ദേവരാജൻ മാഷിന്റെ ഒരു പടം മെറിലാൻഡിൽ കോറസ് പാടാൻ വിളിച്ചിട്ടുണ്ട്. സാറുമാര് വരുന്നുണ്ടോ ആവോ? വരുന്നുണ്ടോന്നോ? കൊള്ളാം. പട്ടിണി കിടന്ന് കുടലിന്ന് ബോട്ടിക്കറിയുടെ മണം വരാൻ തുടങ്ങി. അപ്പഴാ വരുന്നോന്ന്. ഞാൻ റെഡിയാണ്. അപ്പൊ നീ കുളിക്കുന്നില്ലേ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലാ താമസം. ആഴ്ചയിൽ 1 കുളിച്ചാൽ മതി. ഡെയിലി കുളിച്ചാലേ MGR എന്ന പഴക്കം. എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ വരുന്നില്ലടാ? ഞാൻ വിളിച്ചാടാ. നീ കുളിക്കുമല്ലോ. കിട്ടുന്ന കാശ് മുഴുവൻ സാപ്പാട് സ്പ്രേയും പൗഡറും മേടിച്ച് തീർക്കല്ലേ. നീയൊക്കെ കുളിച്ചാലും മതി. അങ്ങനെ തുമ്മി തോക്കിപ്പിക്കണ്ട. അലക്കിയിട്ടേ 1.5 മാസമായുള്ളൂ.